ശ്രീ വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലായിരിക്കും യോഗം നടക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കും. PM ശ്രീ വിഷയം പോലെ കഴിഞ്ഞ 9 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണകാലയളവിൽ CPIയും CPMും പരസ്പരം പോരടിച്ച മറ്റൊരു വിഷയമില്ല. പരസ്യ പ്രതികരണത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. CPIയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പലപ്പോഴും CPM നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് CPM എത്താനും നിർബന്ധിതമായത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വരെ മന്ത്രിമാരെ പിൻവലിക്കുന്ന ആലോചനകൾ CPIയിൽ ഉണ്ടായിരുന്നു. പിന്നീട് സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും ഒരു പരിപൂർണ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും ഈ നിലപാടിൽ നിന്ന് CPM പൂർണ്ണമായും പിന്നോട്ട് പോയിട്ടില്ല. ഇന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ വാക്കുകളിലും അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്നും തുറന്നു പറഞ്ഞത്. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ചെയർമാനാണ്. അതിന്റെ യോഗം ആദ്യം ചേർന്നിട്ടില്ല. അത് കൂടി തീരുമാനിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകും. SSKയുടെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പദ്ധതി റദ്ദാക്കുമെന്നും മന്ത്രിസഭാതല ഉപസമിതിയെ നിയോഗിച്ച് കാര്യങ്ങൾ പഠിക്കുമെന്നും CPM വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ CPI സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇത് മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ LDF യോഗം അത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്. ഇന്നത്തെ LDF യോഗത്തിൽ CPI എന്താണോ ഇതുവരെ പറഞ്ഞു ഇരുന്നത് ആ നിലപാടുകൾ ഇന്നത്തെ LDF യോഗത്തിൽ അറിയിക്കും. ഒപ്പം മറ്റു ഘടകകക്ഷികൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കും. CPIയും RJDയും എല്ലാം തന്നെ തുറന്ന ഒരു നിലപാടാണ് PM ശ്രീ വിഷയത്തിൽ എടുക്കുന്നത്. അതേസമയം NCPയും കേരള കോൺഗ്രസ് എമ്മും എല്ലാം CPMനോട് അനുഭാവം പുലർത്തുന്ന ഒരു നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ LDF യോഗത്തിൽ മറ്റു ഘടകകക്ഷികൾ എന്ത് നിലപാടെടുക്കും, എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നിർണായകം. മന്ത്രിസഭാതല ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല എന്ന സൂചനകൾ CPM നൽകുമ്പോൾ ഇന്നത്തെ LDF യോഗത്തിൽ വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.